കലാപാഹ്വാനം പോലുള്ള കുറ്റങ്ങൾ ഇടുമ്പോൾ പോലീസ് ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്തുമാത്രം വഷളാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണ് മതസ്പർദ്ധയുടെ എലമെന്റ് ഒക്കെ അതിനകത്ത് വന്നതെന്നറിയില്ല. ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ആഹ്വാനം ചെയ്തു. അപ്പോൾ ഞാൻ ഈ സമീപ ദിവസങ്ങളിൽ മനാഫ് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മുഴുവൻ എടുത്ത് നോക്കണം. അയാൾ അങ്ങനെ കുടുംബത്തെ വേട്ടയാടൂ, അല്ലെങ്കിൽ കുടുംബക്കാർ മോശക്കാരാണ്. കുടുംബത്തെ വേട്ടയാടൂ എന്ന് പറയണ്ട, കുടുംബക്കാർ മോശമാണെന്നൊരു ഡോഗ് വിസിൽ അടിച്ചാൽ മതിയല്ലോ. ഇപ്പോഴും അയാൾ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, അപ്പോൾ ഈ കുടുംബക്കാർ മോശമാണ്, അവർ തെറ്റാണ് എന്നൊരു നായ്ച്ചൂളം അടിക്കാൻ വേണമെങ്കിൽ അങ്ങനെ അടിച്ചാൽ എല്ലാവരും വന്ന് ഓടിക്കൂടും, കാര്യം പറയാതിരിക്കാം. അതുകൂടി അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നിരിക്കും. മനാഫ് ഓവറായതിന്റെ പേരിൽ ആരെങ്കിലും കുടുംബത്തെ താഴ്ത്തി പറഞ്ഞോ? ഇല്ല. ആ മനാഫാണ് മുഴുവൻ സൃഷ്ടിച്ചത്, കുടുംബം ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ല. കുടുംബത്തെയും മലയാളികൾ ഒരുപാട് ചേർത്തു, മനാഫിനെയും ചേർത്ത് പിടിച്ചു. കുടുംബത്തിന്റെ ഓവറാകൽ മലയാളികളെ സ്പ്ലിറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയാം. കുടുംബം ആ ചെയ്യേണ്ടതിൻ്റെ ഒരു പക്വതയുടെ അപ്പുറം പോയിട്ട് ചില നടപടികളിലേക്ക് കടന്നു. ഇന്നത്തെ അവരുടെ വാർത്താ സമ്മേളനം, മെയ്ഞ്ഞാത്തെ വാർത്താ സമ്മേളനം അവർക്ക് ഒഴിവാക്കാമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൻ്റെ ആത്യന്തികമായ ഫലം എന്താണെന്നാണ്